രാഹുലിന് ഇന്ന് ജാമ്യം കിട്ടുമോ? രാഹുലിന് എതിരെയുള്ള സംഘടിത ആക്രമണം കൃത്യമായ തിരക്കഥ അനുസരിച്ചാണ് എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് കേക്കച്ചൻ്റെ പണം കൈപ്പറ്റിയ സകല മാധ്യമങ്ങളും വാർത്തകൾ നൽകുമ്പോൾ ഇപ്രകാരമുള്ള പരാമർശങ്ങൾ കൊടുക്കുന്നത്. ബലാത്സംഗ കേസിൽ റിമാൻഡിലായ രാഹുൽ, മൂന്നാം ബലാത്സംഗ പരാതിയിൽ അറസ്റ്റിലായ രാഹുലിനെ ഒരു ബലാത്സംഗ വീരനായി, ഒരു സൈക്കോപാത്തായി ചിത്രീകരിച്ച് എന്നേക്കുമായി രാഷ്ട്രീയ ജീവിതം നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഇപ്രകാരമുള്ള പദപ്രയോഗങ്ങൾ ബോധപൂർവം ആവർത്തിച്ച് പറയുന്നത് എന്ന് ജനങ്ങൾ മനസ്സിലാക്കുക. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ജാമ്യ ഹർജി തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ഇന്ന് പരിഗണിക്കും. വിശദമായ വാദം ജാമ്യ ഹർജിയിൽ ഇന്നുണ്ടാവും. കേസ് അന്വേഷിക്കുന്ന SIT രാഹുലിനെതിരെ കടുത്ത ആരോപണങ്ങളാകും ഇന്ന് നടത്തുക. അന്വേഷണവുമായി സഹകരിക്കുന്നില്ല, പാസ്വേഡ് നൽകുന്നില്ല എന്നൊക്കെ ഇവർ കോടതിയെ അറിയിക്കും. മാത്രമല്ല, ചോദ്യം ചെയ്യലിലടക്കം രാഹുൽ സഹകരിക്കുന്നില്ലെന്ന കാര്യം സ്റ്റേറ്റ് ക്രൈം ബ്രാഞ്ച് കോടതിയെ ബോധ്യപ്പെടുത്തും എന്നാണ് വിവരം. കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ വാങ്ങിയ രാഹുലിനെ പീഡനം നടന്നതായി ആരോപിക്കപ്പെടുന്ന തിരുവല്ലയിലെ ഹോട്ടലിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. എന്നാൽ ഉണ്ടായിട്ടുള്ളത് ഉഭയകക്ഷി സമ്മതത്തോടെയുള്ള ബന്ധമാണെന്നും യാതൊരു നടപടിക്രമങ്ങൾ പാലിക്കാതെയുള്ള അറസ്റ്റാണ് ഉണ്ടായത് എന്നീ കാര്യങ്ങൾ തെളിയിക്കാനാവും രാഹുലിൻ്റെ അഭിഭാഷകൻ ശ്രമിക്കുന്നത്. രാഹുലിനു വേണ്ടി അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത് ഹാജരാകും. മിഷൻ 250യുടെ ഭാഗമായി രാഹുൽ വേട്ടയിൽ പ്രതിഷേധിച്ച് ITV ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിലേക്ക് വിളിച്ച ജനങ്ങളുടെ പ്രതികരണങ്ങൾ കാണുക. ആദ്യം അമേരിക്കയിൽ നിന്നും ബിജുവിൻ്റെ പ്രതികരണം. എന്റെ പേര് ബിജു. ഞാൻ USA കഴിഞ്ഞ 30 വർഷമായിട്ട് അമേരിക്കയിലാണ്. തീർച്ചയായിട്ടും ഞാൻ ഒരു മലയാളിയാണ്. എറണാകുളം കോലഞ്ചേരിയാണ് എന്റെ നാട്. ഞാൻ ഒരുപാട് ചാനലിന് കാണുന്ന ആളാണ്. ഏഷ്യാനെറ്റ്, റിപ്പോർട്ടർ, മനോരമ എല്ലാം കാണുന്നുണ്ട്. മറ്റേ മറുനാടൻ മലയാളി എല്ലാം കാണുന്നുണ്ട്. പക്ഷെ എനിക്കെന്തോ നിങ്ങളുടെ ചാനലിനോട് ഒരു താല്പര്യമുണ്ട്. എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ സത്യസന്ധമായിട്ടാണ് എല്ലാം പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനിപ്പോ പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല. എനിക്കൊരു രാഷ്ട്രീയവും ഇല്ലാത്ത ആളാണ്. ഞാൻ പറഞ്ഞായിരുന്നു, ഞാനൊരു 30 വർഷം മുന്നെയാണ് നാട്ടിൽ നിന്ന് മാറിയത്. അതുകൊണ്ട് എനിക്ക് നാട്ടിലെ ഒരു രാഷ്ട്രീയക്കാരോടും താല്പര്യമില്ലാത്ത ആളാണ്. ബിക്കോസ് ആരും നന്മകൾ ചെയ്യുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനും. എന്റെ കൂടെ പഠിച്ചവര് പലരും CPM ഉണ്ട്, കോൺഗ്രസിലും ഉണ്ട്. ഇവരിൽ നിന്നെല്ലാം ഞാൻ മനസ്സിലാക്കിയത് എല്ലാവരും സ്വന്തം പള്ള വീർപ്പിക്കുന്നവരാണ്. ഇപ്പൊ ഞാനിത് പറയാൻ കാരണം, കഴിഞ്ഞൊരു 3-4 മാസമായിട്ട് മാങ്കൂട്ടം എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ചാണ്, രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത്. ഇതെല്ലാം ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി അല്ലേ സഹോദര? നമ്മളെല്ലാരും അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാം ഇത് ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണെന്ന്. പക്ഷെ കഴിഞ്ഞ ദിവസം ആ പയ്യനെ 3ാമതും കോടതിയിൽ അവനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് ഇവനെ കോടതിയിൽ നിന്ന് ഇറങ്ങി മെഡിക്കലിന് കൊണ്ടുപോകുന്ന ഒരു സീൻ എനിക്ക് കാണാൻ ഇട വന്നു. എന്താണ് ആ പയ്യനെ, അതായത് പോലീസുകാർക്ക് അവരുടെ ജോലി പോലും ചെയ്യാൻ വയ്യാത്ത രീതിയിൽ മാധ്യമങ്ങളും വേറെ കുറെ ആളുകളും വന്ന് കല്ലെറിയുന്നു, അവനെ ചീമൊട്ട എറിയുന്നു. അവന്റെ മാനസികാവസ്ഥ, അവൻ എന്ത് തെറ്റാണ് ചെയ്തത്? അതായത് ഒരു റേപ്പ് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ ഇഷ്ടമില്ലാതെ അവളെ ബലമായിട്ട് കീഴ്പ്പെടുത്തുന്നതല്ലേ റേപ്പ്? ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം സഹോദര, ഇത് നാട്ടിലത്തെ കേസ്. ഇവിടെ അമേരിക്കയിലാണെങ്കിൽ കോടതി പോലീസിനെയും എല്ലാം എടുത്ത് തൂക്കി ഉള്ളിലും. ഇവിടെയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഇവിടെ തെറ്റ് ചെയ്തവന് ശിക്ഷ കിട്ടും. അല്ലാതെ തോന്നിവാസം. ഏറ്റവും കൂടുതൽ എനിക്ക് വെറുപ്പുള്ളത് റിപ്പോർട്ടർ ചാനലാണ്. അവനൊക്കെ എന്താണ് പറയുന്നത്? എന്ത് ആർജവമാണ് അവർക്ക് ഈ പയ്യനെ ഉള്ളിലിടാനായിട്ട്? നിങ്ങൾക്കും സഹോദരങ്ങളുള്ളതാണ്, എനിക്കും ഉണ്ട് സഹോദരൻ, നിങ്ങൾക്കും മക്കളുള്ളതാണ്. തെറ്റ് ചെയ്തതാണെങ്കിൽ അതിന് ശിക്ഷ കൊടുക്കേണ്ട ആരാണ്? കോടതി. അവൻ തെറ്റ് ചെയ്താണ് കണ്ടുപിടിച്ച് ആ വ്യക്തിയെ ശിക്ഷിക്കണം. അല്ലാതെ നമ്മൾ ജനങ്ങളാണോ തീരുമാനിക്കുന്നത് അവൻ തെറ്റ് ചെയ്താണോ അല്ലയോ എന്ന്? കഴിഞ്ഞ ദിവസം കണ്ണൂരെങ്ങാണ്ട് 2 കുഞ്ഞുങ്ങളും ഒരമ്മയും ഒരു അച്ഛനും കൂടി ആത്മഹത്യ ചെയ്തു, ഒരു പെണ്ണ് കാരണം. ഒരു മാധ്യമത്തിനും ഞാൻ കണ്ടില്ല. പിന്നെ ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ ആള്, അവനൊരു മന്ത്രിയാണ്. അയാളുടെ ജോലിയിലാണ് എനിക്കിഷ്ടമാണ്. പക്ഷെ അയാളുടെ ഫാമിലി ലൈഫ്, കഴിഞ്ഞ ദിവസം അയാൾ പ്രസംഗിക്കുന്നത് കേട്ട് ഭയങ്കര ഇവൻ എന്ത് റൈറ്റ് കൊണ്ട് പറയാനായിട്ട്
പ്രസംഗിക്കാനായിട്ട്. അതുപോലെ മുകേഷ്, അയാൾ സിനിമാ നടനാണ്, അയാളുടെ സിനിമ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ അയാൾ കാണിച്ചു കൂട്ടിയ പോക്കരിത്തരങ്ങളും അതിനൊന്നും കേസില്ല. പക്ഷെ ഈ ഒരു പയ്യൻ, അതായത് കിളിർത്തു വരുന്ന ഒരു പയ്യനാണ് ഇവനെ ഒടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. പിന്നെ കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയാൻ സഹോദരൻ, വെറും തീട്ട പാർട്ടിയാണ് എന്റെ ഭാഷ പറഞ്ഞിട്ടുണ്ട്. പറയാൻ കാരണം അതിനകത്ത് ആരാണുള്ളത്? ഒരാൾ ഉയർന്നു വരാൻ സമ്മതിക്കത്തില്ല. ഇപ്പൊ CPM എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യമേ ഞാൻ പറഞ്ഞ രാഷ്ട്രീയക്കാരനല്ല, അവരുടെ പാർട്ടിയിലുള്ള ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് ആ ആളെ കവർ ചെയ്യും. കോൺഗ്രസ് അങ്ങനെയല്ല, അവര് ചവിട്ടത്തായിക്കുകയാണ്. പിന്നെ കുഴിയിലേക്ക് പോകാറായിരിക്കുന്ന രമേശ് ചെന്നിത്തല, അയാളൊക്കെ ഉണ്ടല്ലോ മുക്കാലി. പിന്നെ വേറെ ഉണ്ട്, പക്ഷെ അയാള് എന്താ എല്ലാവരും ചവിട്ടി ഒതുക്കുന്നവരാണ്. രമേശ് ചെന്നിത്തല, പിന്നെ സതീശൻ, അങ്ങനെ. പിന്നെ വേറെ ഉണ്ട്, പക്ഷെ അയാള് എന്താ എല്ലാവരും ചവിട്ടി ഒതുക്കുന്നവരാണ്. രമേശ് ചെന്നിത്തല, പിന്നെ സതീശൻ, അങ്ങനെ കുറെ ആളുകൾ. ഇപ്പൊ തന്നെ പുള്ളിനെ കണ്ടില്ലേ, നമ്മുടെ കണ്ണൂരുള്ള സുധാകരൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. പുള്ളിനെ ചവിട്ടി ഒതുക്കി. അപ്പൊ ഞാൻ പറയുന്നത്, ഈ പയ്യൻ ഇനിയിപ്പൊ എനിക്ക് പറയാനുള്ള, ഇവൻ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ഇവൻ ജയിക്കണം. തെറ്റ് ചെയ്താണെങ്കിൽ അവന് ശിക്ഷ കൊടുക്കണം, തീർച്ചയായിട്ടും. പക്ഷെ അവനേക്കാളും 1000 തെറ്റ് ചെയ്തവര് നമ്മുടെ നാട്ടില് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അവർക്കൊരു വിഷയമില്ല. ഇവനെ മാത്രം പൊക്കിക്കൊണ്ട് ഇവന്റെ വീട്ടിൽ കൊണ്ടുപോയി, ഇവന്റെ അമ്മയുടെ അടുത്തൊക്കെ കൊണ്ടുപോയി എന്ത് സീനറിയാണ്. ആ അമ്മയുടെ മാനസികാവസ്ഥ, അവനൊരു പെങ്ങളുണ്ട്, ആ പെങ്ങൾ കൊച്ചിന്റെ മാനസികാവസ്ഥ, ഇതൊക്കെ ദിസ് ഇസ് ടു മച്ച്. ഞാൻ പറയുന്നത് കോടതി ഇതൊക്കെ ഇടപെടണമെന്ന് ഞാൻ പറയണത്. അല്ലാതെ ചുമ്മാ വന്നിട്ട് ഒരിക്കലും ഇങ്ങനെ ചെയ്യരുതെന്നാണ് എന്റെ ഒരു അഭിപ്രായം, എന്റെ പേഴ്സണൽ അഭിപ്രായം. ഇത് ഒന്ന് പറയാനായിട്ട് ഒരു രീതിയിൽ ഒരു ചാനലുകാരും നിങ്ങൾ പറയുന്ന രീതിയിൽ ആത്മാർത്ഥമായിട്ട് പറയില്ല സഹോദര. നിങ്ങൾ വെട്ടി തുറന്ന് നിങ്ങൾ പറയും. സൂക്ഷിക്കണം കൂട്ടുകാരാ. എനിക്ക് നിങ്ങളോട് അതിലെ പറയാനും തുറന്ന് പറഞ്ഞിട്ടുള്ള 1-2 പേരെ എനിക്കറിയാം. അവനെയൊക്കെ തട്ടിക്കളഞ്ഞിട്ടുള്ളൂ. ഒരു തിരുവനന്തപുരത്തുള്ള ഒരു പയ്യൻ, അവന്റെ പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല, ഒരു ബൈക്ക് ആക്സിഡന്റ് ആവും, മരിച്ചു. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങൾ കൂളായിട്ട് ഓപ്പണായിട്ട് വരുമ്പോൾ നിങ്ങളെ തകർക്കാൻ നോക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലെ മലയാളികൾ. ഞാനിങ്ങനെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ വിഷമം കൊണ്ടാണ് പറയുന്നത്. എന്റെ പേര് ലൂക്കോസ് എന്നാണ്. ഞാൻ മറ്റക്കര ഉള്ള ആളാണ്, മറ്റക്കര. അത് ഞാൻ ഈ വാർത്തകള്, സമൂഹത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചും ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഞാൻ. ആ കാര്യത്തിൽ രാഷ്ട്രീയത്തിലും ഞാൻ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. ഈ സംഭവം ഈ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളിൽ ഇവരുടെ പ്രവർത്തനങ്ങളൊന്നും സാധാരണ ജനങ്ങൾക്ക് വേണ്ടി, കർഷകന് വേണ്ടി, കർഷകന്റെ പ്രയാസങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നതല്ല. ഒരു ഉദ്യോഗസ്ഥ മേധാവിത്വത്തിൽ നിന്ന് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഭരണാധികാരികളാണ് ഇവര്. അതിൽ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടം എന്നുള്ള വിഷയം, അത് അയാളെ ഈ വിധം മോശമായി ചിത്രീകരിക്കുന്നത് വളരെ തെറ്റാണ്. അയാൾ ലോകത്തുള്ള മറ്റ് പുരുഷന്മാരെ പോലെ തന്നെ അയാൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അത് ഉഭയകക്ഷി സമ്മതപ്രകാരം ചെയ്ത ഒരു കാര്യത്തെ ബലാൽ സംഘം എന്ന വാക്കേ ഉപയോഗിക്കാൻ കൊള്ളുകയല്ല. അത് ശരിയല്ല. ഇതാണ് എനിക്ക് അക്കാര്യത്തെ സംബന്ധിച്ച് പറയാനുള്ളത്. അതുകൊണ്ട് ഈ കേരളത്തിലുള്ള ജനങ്ങൾ വളരെയേറെ ക്ഷമിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇവർക്കൊക്കെ ഇങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റുന്നത്. അത് ഇയാളെ ഈ അടുത്ത ദിവസം പിടിച്ചതും വളരെ ഗൂഢമായ ലക്ഷ്യത്തോടു കൂടി ആണ്. മുഖ്യമന്ത്രിക്ക് പരാതി കിട്ടുന്നു. ഏതോ നാട്ടിൽ നിന്നൊരു സ്ത്രീ ഒരു പരാതി കൊടുക്കുന്നു. ആ പരാതിയുടെ പേരിൽ ആ മനുഷ്യനെ തെറ്റായ നിലയിൽ ചിത്രീകരിക്കുന്നു. ഇതിനകത്ത് കേക്കച്ചന് നല്ല പങ്കുണ്ട്. അവനെയും തകർക്കേണ്ട, ആ കേക്കച്ചന്റെ ഗൂഢമായ പ്രവർത്തനം ഇതിനകത്തുണ്ട്. രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉയർന്നു നിൽക്കുന്ന പലരും ഇന്ന് സാധാരണ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം ആ ജനശ്രദ്ധ മറ്റ് വിഷയങ്ങളിലേക്ക് മാങ്കൂട്ടത്തെ ഇങ്ങനെ മോശമായി ചിത്രീകരിക്കുന്നത് ഒട്ടും ശരിയല്ല. ഇത് പിന്നെ ഈ കേക്കച്ചൻ ഇതിനകത്തൊരു പ്രധാന കണ്ണിയാണ് താനും. കോൺഗ്രസിലെ ഇത്രയും നല്ല മിടുക്കന്മാര് പിള്ളേര്, രാഹുല് എവിടെ വന്നാലും ജയിക്കും. രാഹുലിനെ പോലെയൊക്കെ രാഹുലല്ലേ ഉള്ളൂ, അല്ലാതെ അവനൊക്കെ അഗ്നിശുദ്ധി വരുത്തി വരും. ഇതൊക്കെ എല്ലാ കാലത്തും നമ്മൾ ബൈബിൾ എടുത്ത് നോക്കിയാൽ ഈ പെണ്ണുങ്ങളാണ്. ശലോമോനെ തീർത്തതാരാ? ദാവീദിനെ തീർത്തതാരാ? പെണ്ണുങ്ങളാ. അപ്പൊ അതുകൊണ്ട് പെണ്ണുങ്ങളോട് അത്ര അധികമായിട്ട് സംഭവത്തിൽ പോയി കഴിഞ്ഞാൽ പണി പാളും. പക്ഷെ രാഹുൽ അത്ര ഒരു സംഭവം. ഇയാളാണ് ഇതെല്ലാം ഇങ്ങനെ വലിയ ജനശ്രദ്ധയെ കുറച്ചുണ്ട്. ആരും കേൾക്കുന്നവരെ അതിന്റെ താഴെ വരുന്ന കമന്റൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒന്നുമില്ല. പക്ഷെ സാധാരണ ധൈര്യമായിട്ട് മുന്നോട്ട് പോകും.
ഇപ്പൊ ഷാബിക്കിട്ട് തുടങ്ങിയേക്കുവാ പണി. അടുത്ത ഷാബിയാണ് ഇല്ല. ഇതൊക്കെ ഇങ്ങനെയൊക്കെ വരുമ്പോഴേ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. കാരണം വെച്ചാൽ ഇവരൊക്കെ നല്ല ആർജവത്തുള്ള പിള്ളേരല്ലേ. ചുമ്മാ ഈ ഗുണ്ട പറയുന്ന കേസ് കേട്ട് അങ്ങനെയൊന്നും പോകുന്ന പിള്ളേരൊന്നുമല്ല ഇത്. ഷാബിയൊന്നും പോവില്ല, രാഹുലും പോവില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.